ഹലോ, അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ട് ഒരു കുക്കിംഗ് വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നു കേട്ടോ. എന്നും നമ്മൾ പിള്ളേർക്ക് എന്താ പറയുക, സ്കൂളിലേക്ക് ചോറ് കറി ഉപ്പേരിയൊക്കെ അപ്പോൾ അവർക്ക് എന്നും കൊടുത്തു വയ്ക്കുമ്പോൾ അവർക്ക് മടുക്കും. അപ്പോൾ അതൊന്നൊക്കെ ഇടയ്ക്കൊന്ന് വെറൈറ്റി ആയിട്ട് നമുക്കൊന്ന് ചിന്തിച്ചിട്ട് ഈ ഒരു ഡിഷ് നിങ്ങൾക്ക് നിങ്ങളുടെ പിള്ളേർക്ക് കൊടുത്തയക്കാം. അപ്പോൾ ഇത് സ്കൂളിൽ പോകുന്ന അമ്മമാർക്ക് ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അല്ലാത്തവർക്കും ട്രൈ ചെയ്യാം. സംഭവം അടിപൊളിയാണ്. ഞാനിതിനിട്ടിരിക്കുന്ന പേര് എഗ് ഫ്രൈഡ് റൈസ് എന്നാണ്. വലിയ ഷെഫ് മോഡലൊന്നുമല്ല, എൻ്റെതായ രീതിയിൽ ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. പക്ഷേ ഭയങ്കര അടിപൊളി, സംഭവം അടിപൊളിയാണ് കേട്ടോ. സൂപ്പറാണ്. ഇവിടെ പിള്ളേർക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അധികം പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതേ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചു. ഇപ്പോൾ കുറച്ച് പെരുംജീരകം ചേർക്കട്ടെ. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ചെറുതായി നുറുക്കി വെച്ച സവോള നന്നായിട്ട് ചേർത്ത് വഴറ്റിയിട്ട് ഇതേപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ പച്ചമുളകും നമ്മൾ തക്കാളി, ഞാനൊരു 2 തക്കാളി ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് വഴറ്റി തക്കാളിയൊക്കെ വെന്ത് കഴിഞ്ഞാൽ പൊടികൾ ചേർക്കുക. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാലയൊക്കെ ഇല്ലേ, അതൊക്കെ ചേർത്ത് കൊടുക്കുക. അതിനൊരു പച്ചമണം മാറാൻ വേണ്ടി നമ്മളൊന്ന് ചൂടാക്കി കൊടുക്കുക കേട്ടോ. ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാം. നല്ലവണ്ണം ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ നല്ല സ്മെല്ല് ഇതേപോലെ കിട്ടും കേട്ടോ. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയോ, ഇതിൻ്റെ നടുവിൽ ഒരു എന്താ പറയുക, ഒരു സെൻറ്റർ പാർട്ടീഷൻ നടത്തിയിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കുക. ഇത് ഞാനൊരു 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് ബീറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് എന്താ പറയുക, ചിക്കിപ്പരത്തെന്നൊക്കെ പറയും നമ്മൾ, അതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ ചിക്കിപ്പരത്തിയിട്ട് ഏകദേശം ഇങ്ങനെ കിട്ടും. ഇത് ഇങ്ങനെ കഴിക്കാനും ടേസ്റ്റ് കേട്ടോ. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയിലൊക്കെ ചേർക്കാം കേട്ടോ. കറിവേപ്പില ചേർക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മളത് റെഡിയായി. ഇനി നമ്മൾ ചോറുണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അളന്ന് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് പട്ട, ഏലക്ക, ഗ്രാമ്പൂ സംഭവങ്ങളൊക്കെ ചേർക്കുക, ഉപ്പ് ചേർക്കുക, കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന കൈമ അരി ചേർക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇനി ഒന്നുമില്ല, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സംഭവമില്ലേ, അത് ഇതിലേക്കായിട്ട് തട്ടുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇത്ര സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ നമ്മൾ ഹോംലി എഗ് ഫ്രൈഡ് റൈസ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി നോക്കൂ, ഇഷ്ടപ്പെടും എല്ലാവർക്കും. ഓക്കെ.